അത് പ്രവർത്തനമില്ല, അങ്ങനെ യോഗങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ലാണ്ട് നരച്ചു കിടന്നു. പിന്നെ അങ്ങനെ തിരുവത്രക്കാർ മാത്രമായിട്ട് വന്നു. എ പി ഉസ്താദ് തന്നെയാണ് 2024 മാർച്ച് വരെ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. പിന്നെ മൂപ്പര് പിന്നെ ഒരു ജനറൽ ബോഡി ചേർന്നപ്പോഴാണ് മൂപ്പര് അതിൽ നിന്ന് താൽക്കാലികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയാണ്, ഒരു യോഗത്തിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ മറ്റുള്ളതിനൊന്നും പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ ഒരു ഈ 2024 മാർച്ച് വരെ എ പി ഉസ്താദ് പ്രസിഡന്റായിരുന്നു. നമസ്കാരം. വഖഫ് സ്വത്തുക്കൾ വ്യാപകമായി രാജ്യത്തുടനീളം കയ്യേറ്റം ചെയ്യുന്നു, അത് അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന പരാതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുടനീളം നിലനിൽക്കുന്നത്. കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വഖഫ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വഖഫിനെ കിരാതം എന്നൊക്കെയാണ് ചില ആളുകൾ വിശേഷിപ്പിച്ചത്. ഈ അടുത്ത ദിവസം ചില പത്രവാർത്തകളിൽ നമുക്കൊക്കെ വായിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള വാക്ക് ഉപയോഗിച്ച ആളുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്താമെന്നാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുമ്പോൾ ഇവിടെ വഖഫ് സ്വത്തുക്കൾ കൈവശം വെച്ച് പോരുന്നതിൽ, തട്ടിയെടുക്കുന്നതിൽ ചില മുസ്ലിം നാമധാരികളുമുണ്ട്, തലപ്പാവ് ധരിച്ച ആളുകളുണ്ട്, പണ്ഡിത വേഷധാരികളുണ്ട് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. എന്തായാലും അത്തരത്തിലൊരു സംഭവം, അത്തരത്തിലൊരു തട്ടിപ്പ് നടന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് തിരുവത്ര മസ്ജിദു സഹാബ എന്ന് പറയുന്ന പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് ഒരു പള്ളിയാണ്. എന്തായാലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പള്ളിയിലെ ഇമാമിന്റെ ശമ്പളം പോലും തട്ടിയെടുത്ത ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നാട്ടിലെ ഒരു പ്രമുഖൻ, ഹംസ ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ട്രഷററായിരുന്നു. അദ്ദേഹം വഖഫ് ചെയ്തതാണ്. എല്ലാ മാസവും 4000 രൂപ പള്ളിയിലെ ഇമാമിന് കൊടുക്കാമെന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ വാടക ഈ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. ആ തുകയിൽ നിന്നും, ഇവിടെ ആ ശമ്പളത്തിൽ നിന്നും, വളരെ ചെറിയ തുകയിൽ നിന്ന്, അതിൽ നിന്ന് പോലും തട്ടിപ്പ് നടത്തി എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തി ഈ നാട്ടിൽ പള്ളി കേന്ദ്രീകരിച്ച് നാട്ടുകാരുടെ പൊതുസ്വത്ത് പലപ്പോഴും തട്ടിയെടുത്തതിന്റെ പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി കേസുകളും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇവിടെ അഷ്റഫ് ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ പള്ളിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പോലെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പലരും ഇവിടെ ഉണ്ട്. എന്നാലും എന്താണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ്? ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തി നാട്ടിൽ ആരാണ്? അദ്ദേഹം മറ്റ് പള്ളികൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്? ഈ മഹല്ല് എന്ന് പറയുന്നത് 3000-ഓളം ആളുകളുള്ള ഒരു മഹല്ലാണ്. ഇവിടെ 5 ജുമുഅത്ത് പള്ളി, വലിയ പള്ളി കൂടാതെ, കേന്ദ്ര പള്ളി കൂടാതെ 5 ജുമുഅത്ത് പള്ളി ഇവിടെ ഈ മഹല്ലിൽ ജുമ നടക്കുന്ന പള്ളികളുണ്ട്. അങ്ങനെ 3000-ഓളം ആളുകളുള്ള വലിയ ഒരു മഹല്ല്. ഈ മഹല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആള് തന്നെയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും തട്ടിപ്പ് നടത്തിയത്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇവിടെ മറ്റുള്ള ആളുകൾ വഖഫ് സ്വത്ത് കയ്യേറ്റം ചെയ്തു, വഖഫിനെ കിരാതം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതിന് മുമ്പ്, അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ നടന്ന തട്ടിപ്പുകൾ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അഷ്റഫ് ഹാജി വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമായി പറയും. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. എന്തൊക്കെയാണ് ഈ പള്ളിയുമായി നടന്നിട്ടുള്ള തട്ടിപ്പ്? എന്താണ് ഈ പള്ളിയുടെ ഒരു ചരിത്രം? എത്ര വർഷമായി ഈ പള്ളി ഇവിടെ സ്ഥാപിതമായിട്ട്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പള്ളി സ്ഥാപിതമായിട്ട് ഏകദേശം ഒരു 5 വർഷം ആയിട്ടുണ്ട്. അതിനു മുമ്പ് 91-ലാണ് ഈ പള്ളി സ്ഥാപിച്ച ഈ സംഘടന മഅഹദ് തസ്കിയത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ സംഘടനക്ക് രൂപം നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഒരു പ്രവർത്തനം ഇല്ലാതെ കിടന്ന് 2005-ലാണ് ഈ സ്ഥലം എടുക്കാൻ വേണ്ടി, അതായത് സംഘടനയുടെ പേരിൽ എന്നെപ്പോലത്തെ വേറെയും 11 പേര് ഉൾപ്പെടെ 12 പേരടങ്ങുന്ന ഒരു സംഘം 35 സെന്റ് സ്ഥലം ഈ സംഘടനക്ക് മഅഹദ് തസ്കിയത്തുൽ ഇസ്ലാമിയക്ക് മടപ്പേൻ സിദ്ദി ഹാജി എന്ന ആള് 35 സെന്റ് സ്ഥലം അദ്ദേഹം സംഘടനക്ക് എഴുതി കൊടുക്കുന്നു. 30 സെന്റിന്റെ പൈസ ഞങ്ങൾ 11 പേര് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അയാൾ ഡയറക്റ്റ് എഴുതി കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഒരു പള്ളി 2013-ലോ 2014 സംഘടന രജിസ്റ്റർ 71/91 സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടന. ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഞാൻ, ഹംസാജി, ഹസൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന 3 ആള്, ഇതിൻ്റെ നാട്ടിൽ തന്നെ വേറെ 4 പേരുണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ പുറത്തുനിന്ന് വേറെ ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ മരണപ്പെട്ടു പോയി. അവരൊക്കെ മരണപ്പെട്ടു പോയെങ്കിലും അത് ആ കാലത്തിനനുസരിച്ചിട്ട് അവരൊക്കെ മരണത്തിന് ശേഷം ഓരോരുത്തരെയും അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് ഏഡ് ചെയ്യണതൊക്കെ തിരുവത്രക്കാരെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ചെയ്യാൻ കാരണം ഇപ്പോൾ നിയമം അനുസരിച്ച് ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നൊക്കെ ആളെടുക്കുമ്പോൾ അത് ചിലപ്പോൾ കോഴിക്കോടുന്നോ അല്ലെങ്കിൽ കൊല്ലത്തുനിന്നോ എവിടെ നിന്നൊക്കെ ആയിരിക്കും വരിക. ഈ ആളുകൾ വന്നൊരു യോഗത്തിന് പങ്കെടുത്തൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സംഘടനയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് ആളുകൾ അങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിവിടെ രൂപീകരിച്ച സംഘടന സംസ്ഥാന തലത്തിലാണ് രൂപീകരിച്ചത്. മറ്റു മേഖലയിൽ നിന്നൊക്കെയുള്ള ആളുകൾ ആ സംഘടന അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് 35 സെന്റ് സ്ഥലം ഒരു ചെറിയ നിസ്കാരപ്പള്ളിയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഭാഗത്തു നിന്നൊക്കെ ആള് വരുന്ന സമയത്ത് അവർ വെറുതെ വന്നു പോലല്ലോ. അവരെ വണ്ടിയുടെ പൈസ കൊടുക്കണം, 4000 റുപ്യ 5000 റുപ്യ ഒരാൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവില്ല, നമുക്കിതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇത് പ്രവർത്തനമില്ല, അങ്ങനെ യോഗങ്ങളും ഇല്ല, കാര്യങ്ങളും ഇല്ലാണ്ട് നരച്ചു കിടന്നു. പിന്നെ അങ്ങനെ തിരുവത്രക്കാർ മാത്രമായിട്ട് വന്നു. AP ഉസ്താദ് തന്നെയാണ് 2024 മാർച്ച് വരെ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നത്. പിന്നെ മൂപ്പര് പിന്നെ ഒരു ജനറൽ ബോഡി ചേർന്നപ്പോഴാണ് മൂപ്പര് അതിൽ നിന്ന് താൽക്കാലികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയാണ്, ഒരു യോഗത്തിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ മറ്റുള്ളതിനൊന്നും പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ ഈ 2024 മാർച്ച് വരെ AP ഉസ്താദ് പ്രസിഡന്റ്. മാർച്ചിന് ശേഷമാണ് വേറെ പുതിയ ഒരു പ്രസിഡന്റ്, ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന MB ഹസൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വിവരങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിയമപ്രകാരമുള്ള കടലാസും കൊടുത്തിട്ടുണ്ട്, റേഷൻ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് രേഖയും കിട്ടിയിട്ടുണ്ട്. എല്ലാവിധ രേഖകളും നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ പള്ളി 2019 കാലയളവിലാണ് 2019 കാന്തപുരം ഉസ്താദാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പള്ളി പണിതത് ഒരു അറബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അറബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അതിമ കാണുന്നുണ്ട്. ആ ബോർഡുമേൽ അറബിയുടെ ഫണ്ടായിട്ടാണ് അതേസമയം എന്റെ പേരിൽ കൊടുത്ത കേസിൽ ഈ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, കേസിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകൾ എന്ന് പറഞ്ഞു ഒരു വ്യക്തി പള്ളി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയാണ്. അതെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളും, അതായത് ഇവിടുത്തെ ഇമാമിന്റെ ശമ്പളം പോലും തട്ടിച്ചെടുത്തു. ഇമാമിന്റെ ശമ്പളം കൊടുത്തിരുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഈ പിന്നെ ഹംസാജി 4000 ഉറുപ്പിക ഒരു അയാളെ ഒരു ക്വാർട്ടേഴ്സിന്റെ വാടക വഖഫാക്കിയിട്ട് 4000 ഉറുപ്പിക പ്രതിമാസം എത്തിക്കാറുണ്ടായിരുന്നു. ആ സ്വത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തി. അതിനിപ്പോ ലാസ്റ്റ് വന്ന ഇമാമിന്റെ പക്കൽ നിന്ന് അറിഞ്ഞത് 3000 ഉറുപ്പിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നമ്മൾ ലാസ്റ്റ് ഉള്ളത് നമ്മൾ അറിയുള്ളൂ. 4000 ഉറുപ്പിക 3000 ഉറുപ്പികൾക്ക് കിട്ടിയിരുന്നുള്ളൂ എന്നാ പറയണത്. 4000 ഉറുപ്പിക വഖഫാക്കിയ പൈസയിൽ നിന്ന് 1000 രൂപ ഈ പറയുന്ന കക്ഷി കൊടുത്ത്. അപ്പൊ സാധാരണ ഈ റെസീറ്റും കാര്യങ്ങളും ഒന്നും ആരെ കയ്യിൽ കിട്ടാറില്ല. ഈ ഹംസാജിന്റെ കയ്യിൽ റെസീറ്റും കാര്യങ്ങളൊന്നും കിട്ടാറില്ല, കൊടുക്കില്ല. കാരണം അയാൾ ഇത് പണിക്കാരെയൊക്കെ കൊടുത്തയക്കും, അയാൾക്ക് വേറെ പല പരിപാടികളാണ്. 4000 ഉറുപ്പിക കൊടുത്തിട്ട് പിന്നെ അതിന്റെ പിന്നീട് ചോറിയാൻ നടക്കാനൊന്നും നിൽക്കാനില്ല. ഇത് എന്തോ ഒരു വശാലും മൂപ്പര കയ്യിൽ ഒരു റെസീറ്റ് വന്ന് എത്തിപ്പെട്ടപ്പോഴാണ് ഈ വിവരം ഞങ്ങളൊക്കെ അറിയണത്, ഞങ്ങളിത് സംസാരിക്കണത്. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 1 മാസത്തെ കൂടി കൊടുത്തതിന് ശേഷം അതിൻ്റെ റെസീറ്റ് കിട്ടിയാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ റെസീറ്റ് കിട്ടിയപ്പോൾ അയാൾ സ്റ്റോപ്പ് ചെയ്തു. ബാക്കി പൈസ അയാൾ ബാങ്കിൽ സെപ്പറേറ്റ് സൂക്ഷിക്കാൻ തുടങ്ങി. സംശയം ചോദിക്കട്ടെ, ഇത് AP ഉസ്താദ് ആയിരുന്നു 2024 മാർച്ച് വരെ ഇതിന്റെ പ്രസിഡന്റ്. നിങ്ങൾ നാട്ടിലുള്ള കുറച്ച് ആളുകൾ, ഈ സംഘടനയുടെ ആളുകൾ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന അനുസരിച്ച് സ്ഥലം വാങ്ങിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇത് ഇത്തരത്തിലൊരാള് ഇതിലേക്ക് ഈ ഒരു സംഘടനക്ക് അകത്തേക്ക് കയറി വരുന്നത്? ആളെങ്ങനെയാണ് ഈ പള്ളിയുടെ ഫണ്ട് തട്ടിച്ചെടുക്കാൻ ആൾക്ക് എങ്ങനെയാണ് സംഘടനയുടെ അകത്തേക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ അയാൾ ഉണ്ടെങ്കിലാണ് അകത്തേക്ക് കയറി വന്നല്ല. ഇത് പുറത്ത് നിന്നിട്ട് ഒരു പരിപാടി ഒപ്പിച്ചിരിക്കുകയാണ്. അത് പിൽക്കാലത്ത് ഞങ്ങൾ ഒക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തട്ടിയെടുക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ കൂടെ ചേരാനല്ല വരുന്നത്. പിന്നെ അതിനു വേണ്ടി അവർ പല വഴികളും നോക്കി. ഞങ്ങൾ പണ്ഡിതന്മാർക്ക് ആദ്യം എഴുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇല്ലാണ്ട് പോയി. പിന്നെ ലാസ്റ്റ് അവർ തന്നെ കുറേ ശ്രമിച്ചിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവർ ആദരം പരിശ്രമിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ഒരു യോഗം വിളിച്ച് ഞങ്ങളെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി. അതിൽ നമ്മളെ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, വണ്ടൂർ റഹ്മാൻ ഫൈസിയൊക്കെ പങ്കെടുത്തൊരു യോഗത്തിൽ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച് അന്ന് അവിടെ വെച്ചിട്ട് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നത്, അതായത് ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒപ്പിടാതെ മാറി നിന്നു. ബാക്കി എൻ്റെ കൂടെ വന്ന 4 പേരും ഉസ്താദന്മാരെ കുറിച്ചൊക്കെ എന്നുള്ള നിലക്ക് അവർ സമ്മതിച്ചിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ചു. പക്ഷേ ഞാൻ ആ ഒപ്പിടുന്ന സമയത്ത് ഞാനൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എനിക്ക് തരണം, അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അംഗീകാരം നൽകുള്ളൂ, അത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടി വരുന്നു അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം എന്താണെന്നുള്ളത് നമുക്കറിയിക്കാതെ അവരൊരു സംഘടന രൂപീകരിച്ചിട്ട് നമ്മൾ അറിയിക്കുക ചെയ്തത്. ഞങ്ങളത് കാരണം നിലവിൽ കോടതി കേസുണ്ട്. ആ കോടതിയിൽ കേസ് ഉണ്ടാവുന്ന ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി പുറത്തുനിന്നൊരു തീരുമാനം എടുത്തിട്ട് ഇതിൽപ്പെട്ട ആളുകളെ ഒരുമിച്ച് പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഒന്നുകിൽ അവരെന്ത് ചെയ്യണം,
ആ കേസ് കംപ്ലീറ്റ് അതായത് നിങ്ങൾ ഇവിടെ ഒരു കമ്മിറ്റി നിലവിലുള്ളപ്പോ നിങ്ങളെ മറികടന്ന് മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കിയ ആളുകളാണ്. ആ കമ്മിറ്റിയിലാണ് ഈ പറയുന്ന ആ കമ്മിറ്റിയിലാണ് ഒന്ന് ഉസ്മാൻ എന്നാണ് മർക്കസി പഠിച്ച ഒരുത്തനാണ്. ഉസ്മാൻ എന്നാണ് പേര്, ഇവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ അവനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. കാരണം അതിന് പറ്റിയൊരു തുണക്കാരനെ ഇവരും കൂടി കിട്ടിയപ്പോൾ ഇവർ രണ്ടു കൂട്ടരും കൂടി കുഞ്ഞു മുഹമ്മദും ഉസ്മാൻ ആണെങ്കിൽ മർക്കസിൽ പഠിച്ചാണ്. എ പി ഉസ്താദിന്റെ ഏറ്റവും കൂടുതൽ അടുത്ത ഒരു പ്രധാന ശിഷ്യനാന്നൊക്കെ പറയുന്നുണ്ട്. അവന് എവിടെ പോയാലും ഗൾഫിലൊക്കെ പോയാലും ഒക്കെ കൂടെ നടക്കുന്ന ഒക്കെ ഒരു ആളാണ്. എല്ലാ സ്റ്റേജിലൊക്കെ ഇങ്ങനെ പ്രശ്നിക്കണമൊക്കെ കാണാം. അപ്പോൾ ആ ബേസിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉസ്മാനാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ പള്ളി ഈ സംഘടനക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത്. ഉസ്മാനാണ് അങ്ങനെയാണ് ഞങ്ങളെ കരാറും ഞങ്ങൾ ഉസ്മാനായിട്ടുള്ള വാഗ്ദത്വം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉസ്മാൻ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തിട്ട് ഈ ബോർഡ് വന്നപ്പോഴാണ് ഇത് ഉസ്മാൻ്റെതല്ല എന്ന് നമുക്ക് വരുന്നത്. അതായത് ഉസ്മാൻ അങ്ങനെ ഒരു അറബിയെ കൊണ്ട് പണിയിപ്പിച്ചോ അതുകൊണ്ടാണ് ആ പേര് വന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ ഇവൻ ഞങ്ങളെ പേരിൽ കൊടുത്ത കേസിൽ എഴുതിയിട്ടുള്ളത് 35 ലക്ഷം ഉറുപ്പിക സമാഹരിച്ചിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അത് നാട്ടുകാരിൽ നിന്നും അത് ആരെന്നറിയില്ല. അപ്പോൾ ആ 37 ലക്ഷം ഉറുപ്പിക അവന് ഞങ്ങളോട് പറഞ്ഞതല്ല, കോടതിയിൽ ഞങ്ങൾക്കെതിരെ കൊടുത്തിട്ടുള്ള കേസിന്റെ അഫിഡവിറ്റിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് പള്ളിക്ക് വേണ്ടി പണം കൊടുത്തത് ഒരു അറബിയാണ്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പള്ളിക്ക് വേണ്ടി 37 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏത് അർത്ഥത്തിലാന്ന് കൊള്ളിക്കാൻ അതിന്റെ കണക്ക് കമ്മിറ്റി ഞങ്ങളെ കമ്മിറ്റിയിലല്ലല്ലോ, നിങ്ങളെ മറികടന്നുണ്ടാക്കിയ മറ്റൊരു കമ്മിറ്റി. അപ്പോൾ അങ്ങനെ അത് പിരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ റെസിറ്റ് അടിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ പൈസ പിരിച്ചുവിടായില്ല. അപ്പൊ അങ്ങനെ ഒരു സംശയം ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു കമ്മിറ്റി നിങ്ങളെ മറികടന്നുകൊണ്ട് ഇതിന്റെ തുടക്കം മുതലുണ്ടായിരുന്ന ആളുകളെ മറികടന്നുകൊണ്ട് മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പല ലക്ഷ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പരസ്യമായിട്ട് ഇവിടെ ഈ ബോഡി നിലനിൽക്കെ അവൻ അതിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 37 ലക്ഷം ഉറുപ്പിക സമാഹരിച്ചിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയത്, ആവശ്യമില്ല. രണ്ടാമത് തന്നെ അതേ അഫിഡവിറ്റിൽ തന്നെ ഒരു ഇത് എഴുതിയിട്ടുള്ളത്, പിന്നെ എനിക്കെതിരെ ഒരു ഇതയച്ചിട്ടുണ്ടായിരുന്നു, ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ആ വക്കീൽ നോട്ടീസിൽ അതും കൊടുത്തിട്ടുള്ളത് 37 ലക്ഷം ഉറുപ്പിക സമാഹരിക്കുകയും ഉസ്മാൻ സക്കാഫിയിൽ നിന്ന് 8 ലക്ഷം ഉറുപ്പിക കയ്യിൽ നിന്ന് എടുത്തിട്ടും ആണ് ഈ പള്ളിപ്പണി പൂർത്തീകരിച്ചതെന്ന്. അപ്പോൾ 2 എണ്ണമായി. അതുകൂടാതെ വഖഫ് ബോർഡിലെ ഒരു മാഡം ഇവിടെ വന്നിരുന്നു അന്വേഷണത്തിനായിട്ട്. അപ്പോൾ അവർ എന്നെയും അംസാജിനെ ചോദ്യം ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ ആ മാഡം ചോദിച്ചവരോട് പിന്നെ ഇതിൻ്റെ സ്രോതസ് ഏതാണ്, ഈ പള്ളി പണിയാനുള്ള സ്രോതസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എ പി ഉസ്താദിൻ്റെ ഒരു ഫണ്ടിൽ നിന്നാണെന്ന്. അപ്പോൾ 3 എണ്ണമായി. ഇവിടെ നോക്കുമ്പോൾ ഇത് 4. ഇതിൽ ഏതാണെന്ന് ഈ ഫണ്ട് എന്നുള്ളത് വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ നടപടിക്രമങ്ങൾ വേറെ നടത്തേണ്ടി വരും. അതായത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 37 ലക്ഷം രൂപ സമാഹരിച്ചു എന്ന് ഒരിക്കൽ പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ഉസ്മാൻ സക്കാഫി എന്ന് പറയുന്ന ആള് 8 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഫണ്ട് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് പറയുന്നു. എ പി ഉസ്താദിന്റെ പ്രൈവറ്റ് ഫണ്ടിൽ നിന്നാണ് ഫണ്ട് എടുത്തത് എന്ന് പറയുന്നു. അതേസമയം പള്ളിക്ക് പണം കൊടുത്തിട്ടുള്ളത് ഒരു അറബിയാണ് എന്നുള്ളത്, അത് ആ അറബിയാണ് സ്പോൺസർ ചെയ്തതെന്ന് പള്ളിയുടെ മുകളിൽ തന്നെ ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഫണ്ടാണ് യഥാർത്ഥത്തില് പള്ളിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പിരിച്ച ഫണ്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്കൊരു പിടുത്തമില്ല, ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നു എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിയിൽ ഇപ്പൊ ഈ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയെ മറികടന്ന് മറ്റൊരു കമ്മിറ്റി വന്നപ്പോ ആ കമ്മിറ്റി ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ അധികാരപ്പെടുത്തിയതാരാ? അതെങ്ങനെയാണ് അധികാരപ്പെടുത്തിയത്? തന്നെ അവർ ധിക്കാരപരമായിട്ട് ചെയ്തിരുന്നതാണ്. അവിടെ ഇരുന്നിട്ട് എ പി ഉസ്താദിനെ നമുക്ക് ബന്ധപ്പെടാനോ എപ്പോഴും കിട്ടുന്ന ഒരാളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരാൾ, ഒരുപാട് രാജ്യത്തിനും ഒരുപാട് രാഷ്ട്രങ്ങളിലും വ്യക്തികളായിട്ടൊക്കെ നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് എപ്പോഴും 24 മണിക്കൂറും ഞാൻ യാത്രയിലും. ഈ ഉസ്മാൻ സക്കാഫി എന്ന് പറയുന്ന ആളേനെ ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അയാളെ ചുമതല ഏൽപ്പിച്ചപ്പോ അയാൾ വഴിയാണോ ബാക്കി കാര്യങ്ങളൊക്കെ? അയാൾ വഴിയാണ് ബാക്കി കാര്യങ്ങൾ. പള്ളിയുടെ ഉദ്ഘാടനം വരെ അയാൾ. ഞങ്ങള് കമ്മിറ്റി അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മൾ വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പത്തിൽ നിന്നാണ്. സാധാരണ ഞങ്ങളൊക്കെ അറിവിൽ ഒരു അറബി ഒരു പള്ളി കൂട്ടാൻ പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റമദാൻക്കാണ്. പിറ്റത്തെ റമദാൻക്ക് അത് നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തണം, ചെറിയ പള്ളികളാണെങ്കിൽ. ഇത് അതേപോലത്തെ ഒരു ചെറിയ പള്ളിയാണ്, നിസ്കാരപ്പള്ളിയാണ്. അത് ഒരു കൊല്ലത്തിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, അവർ സമയം കൊടുക്കില്ല. മാത്രമല്ല ഒരു പള്ളി കൂട്ടാൻ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കടം പറയുന്ന പരിപാടി അവർക്കില്ല. ഞാൻ അറബികളുടെ കൂട്ടത്തിൽ ഒരുപാട് അറബികളായിട്ട് ബന്ധമുള്ള ആയിരുന്നു. 10-23 കൊല്ലം പിന്നെ UAE പിന്നെ ഔക്കാഫ് മിനിസ്റ്റർ ഷെയ്ഖ് ഹസറജിയുടെ
മൂത്ത മകൻ മാജിദ് ഹസറജിയുടെ ഡ്രൈവറായിട്ട് 23 വർഷം അയാളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുള്ള ബന്ധം AP ഉസ്താദിനും മർക്കസിനും അതേപോലെ തന്നെ സംഘടനക്കും വലിയ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ബന്ധം കൊണ്ട് ഉസ്താദിനെ എൻ്റെ മുതലാളിക്ക് നേരിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ഇന്ന് സാക്ഷിയായിട്ടുള്ള ഒരേ ഒരാളുള്ളത് മാരാമംഗലം അബ്ദുറഹ്മാൻ ഫൈസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ സ്ഥലം കണ്ടെത്താനും ഇത് എടുക്കാനും സംഘടന രൂപീകരിക്കാനൊക്കെ സഹകരിച്ചു കൊടുത്തിരുന്നത്. പിന്നെ ഉസ്താദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോലല്ല, കാലം മാറി. ഉസ്താദ് വലിയ ലോക അംഗീകരിക്കപ്പെട്ട പണ്ഡിതനായി. അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും മറ്റു പോകുമ്പോൾ ഉസ്താദിന് ഇത് കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. ഇവിടെയാണെങ്കിൽ ആകെ ഈ ഒരു പള്ളിയും 35 സെന്റ് സ്ഥലവും വേറെ വരുമാനങ്ങളും മറ്റുള്ളതൊന്നുമില്ല. അപ്പോൾ അത് നടത്തി പോകാൻ ഇവിടെ അംസാരി 4000 റുപ്യ ഉണ്ടെങ്കിൽ ഇവിടുത്തെ മേലിയർക്ക് ശമ്പളം കൊടുത്ത് തികയാത്തൊരു 1000 റുപ്യ ഞാനും കൊടുത്തു തുടങ്ങിയിട്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഒരു വിഷയം തുറന്നു പറയാനുണ്ടായ ഒരു സാഹചര്യം, ഇതിപ്പോ നിങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി പള്ളി പണിയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. ഇവിടെ ഉസ്താദിന്റെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പള്ളിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ചില ആളുകൾ ശ്രമിച്ചു. തട്ടിപ്പ് നടത്തി വിവരം ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞങ്ങള് ഉസ്താദിന് നേരിട്ട് എൻ്റെ ശബ്ദരേഖ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ശബ്ദരേഖ ഉസ്താദിനെ കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഉസ്താദിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ, ഞാൻ ശബ്ദരേഖ നൽകിയ ആളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ശബ്ദരേഖ അന്ന് ഉസ്താദിനെ അയാൾ കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. അബ്ദുൽ ജലീൽ സക്കാഫി എന്ന് പറയുന്ന ഒരാൾക്കാണ് ഞാൻ എൻ്റെ ശബ്ദരേഖ കൈമാറ്റം ചെയ്തത്. പക്ഷേ അയാൾ അത് 2 എണ്ണം കേൾപ്പിച്ചു, പിന്നെ കേൾപ്പിച്ചിട്ടില്ല. അത് ഉസ്താദിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അത് അന്ന് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ കുഴപ്പത്തിന് ഒരു സാധ്യതയില്ല. അതൊന്നും എല്ലാം അവസാനിച്ചു. ഉസ്താദ് അറിയാതെ പോയതാണ്. അറിയാതെ ഞങ്ങളെ വിശ്വാസം പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഉസ്താദ് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ്. ഇപ്പൊ ഇവിടെ ഈ പള്ളിയുടെ ബോർഡ് വെച്ചാൽ മുസ്ലിം ജമാഅത്ത് നമ്മുടെ എഴുതിയിട്ടുണ്ട്. മുസ്ലിം ജമാഅത്ത് ഞാനിപ്പോഴും ഇവിടെ യൂണിറ്റ് പ്രസിഡന്റാണ്, സർക്കിൾ പ്രസിഡന്റാണ്. ഇപ്പോഴും ഉസ്താദിന്റെ നേതൃത്വം അംഗീകരിക്കുന്നു. ഉസ്താദിന്റെ നേതൃത്വം നമ്മൾ എന്നും അംഗീകരിക്കുമല്ലോ. ഉസ്താദ് ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഉസ്താദല്ലേ, ഞങ്ങൾ ഉസ്താദിന്റെ കീഴിലല്ലേ ഉള്ളൂ. ഉസ്താദിനെ അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അതിലുണ്ടാവില്ലല്ലോ. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളത് ഉസ്താദിനെ അറിയിക്കാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചത് ഉസ്താദിലേക്ക് എത്തിയില്ല. അല്ല, ഒരു പ്രാവശ്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഉസ്താദിനെ കിട്ടാറില്ല. ഒന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത് ഉസ്താദിനെ കിട്ടാതെ വെച്ചാൽ ഉസ്താദിന് എന്തൊരു സമയം ഉണ്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞാൽ പറയും. ഉസ്താദ് അവിടെ ചെന്നപ്പോഴും പറഞ്ഞിട്ടുള്ള എന്താണ്, ഉസ്താദ് ഒരു കല്യാണം ഉണ്ടായിരുന്നു പോകും, സമയമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ. ആരാണ് ഉസ്താദിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഈ ഒരു പിന്നെ എന്താണ് ആ സക്കാഫിയുടെ പേര്, ബാദുഷാ സക്കാഫിയാണ് ഈ ഫോൺ എടുക്കലും സംസാരിക്കലും ഒക്കെ. സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ കത്ത് കൊടുത്തതിനെ സംബന്ധിച്ച് ബാദുഷാ സക്കാഫി നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ചോദ്യം ചെയ്ത അയാളോട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് വന്നപ്പോഴാണ്, വിഷയം വന്നപ്പോഴാണ് അത് എടുത്ത് പറയണത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് മർക്കസ് ഓഫീസിൽ നിന്നാണ് കത്ത് പോയത് എന്ന് അയാൾ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ആരാണത് കൊടുത്തത് പറയുന്നില്ല. അതായത് ഉസ്താദ് അറിയാതെ മർക്കസിൽ പല രഹസ്യ, അതാണ് ഞങ്ങളെ വിശ്വാസം. അല്ലെങ്കിൽ ഉസ്താദ് അങ്ങനെ ചെയ്യൂല. കാരണം ഉസ്താദ് അങ്ങനെ എന്നെ അറിയാതെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വന്നു എന്ന് പറഞ്ഞു. ആ കത്ത് വന്ന സാഹചര്യം ഞാൻ അതിനെ കുറിച്ച് കത്ത് വന്ന സാഹചര്യം ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ ഒരു പരിപാടി നടത്തുന്ന സമയത്ത് ഞാനത് തടഞ്ഞു. ഞങ്ങളൊന്നും അറിയാണ്ട് ഒരു പരിപാടി ഇങ്ങനെ നിലവിലും കമ്മിറ്റി നിങ്ങൾ അറിയാതെ നടത്തിയപ്പോ അങ്ങനെ അറിയാന്ന് പറഞ്ഞപ്പോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അത് ചെന്ന് വേറൊരു കമ്മിറ്റിയാണോ ആ പരിപാടി നടത്താൻ വേണ്ടിയിട്ട്? അത് നമ്മളെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള നമ്മൾ അറിയില്ലല്ലോ. നിങ്ങൾ അറിയാതെ ഒരു സമാന്തര കമ്മിറ്റി രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അറിയുന്നത്. ആ സമാന്തര കമ്മിറ്റിയുടെ ആളുകൾക്ക് വേണ്ടിയായിരുന്നു മർക്കസിന് കത്ത് വന്നത്. ശരി. ആ കത്ത് ആരാണ്? ഉസ്താദ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്പർ ഈ നമ്പറാണ് 71/91 അതിന്റെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ. അതിന്റെ പേര് മഅദ് തസ്കിയത്തുൽ ഇസ്ലാമിയ എന്നാണ്. അതിന്റെ പ്രസിഡന്റാണ് AP. 12 അംഗേ ഉള്ളൂ. അതിൽ 15 അംഗമാണ് ഈ രജിസ്ട്രേഷൻ ഉള്ള ഈ കമ്മിറ്റി. നിങ്ങൾ ഉൾപ്പെടെ അല്ല, ഒറിജിനൽ രജിസ്ട്രേഷൻ 15 അംഗമാണ്. പക്ഷെ അന്നാ കൊടുത്ത കത്തിൽ 12 അംഗമുള്ളൂ. അപ്പൊ ഈ 12 അംഗങ്ങളുടെ കമ്മിറ്റി എന്ന് വന്നു? അപ്പൊ ഈ 12 അംഗം ആരൊക്കെ ഒഴിവായതായിരുന്നു? അതിന് ആരാ ഒഴിവായെന്ന് ആർക്കറിയാം. ശരി. അതാർക്കറിയാം? അത് രജിസ്ട്രേഷൻ ഉണ്ടോ ആ കമ്മിറ്റിക്ക്? ഈ കമ്മിറ്റിയുടെ നമ്പർ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ശരി. അങ്ങനെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ആണ് യഥാർത്ഥ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് എന്ന നിലക്ക് AP ഉസ്താദിന്റെ കത്ത് വന്നു. ഈ കത്ത് അയച്ചത് AP ഉസ്താദ് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അറിയാൻ കാരണം AP ഉസ്താദിനെ അറിയാം. ഈ 15 അംഗ ഒരു കമ്മിറ്റി പ്രസിഡന്റാണ് ഞാനുള്ള രൂപീകരിച്ചിട്ടുള്ളതാണ്. അതിൽ അഷ്റഫ് ഹാജിയും മേരി കുഞ്ഞാജിയും അവരൊക്കെ ഉണ്ടെന്നുള്ളത് ഉസ്താദിനെ അറിയാമല്ലോ.
ഇനി ഇവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിവരം ഉസ്താദ് അറിയുള്ളൂ. ഞങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ആൾ ഉസ്താദിൽ അതായിരിക്കുന്നത്. ഈ മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഉസ്താദ് അവിടെ ചെയ്ത് വായിരുന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ആളാന്നുള്ള ഉസ്താദിന് അറിയാം. തീർച്ചയായും ഈ ഒരു വിവരം ഇപ്പൊ അഷ്റഫ് ഹാജി പറഞ്ഞ ഈ ഒരു വിവരം അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കാന്തപുരം AP ഉസ്താദ് ഈ വിഷയം അറിയേണ്ടതുണ്ട്. മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് കേരളത്തിൽ. അവരൊക്കെ ഈ വിഷയം അറിയേണ്ടതുണ്ട്. അതായത് ഉസ്താദ് അറിയാതെ മർക്കസിൽ പല രഹസ്യ ഇടപാടുകളും നടക്കുന്നു എന്നതാണ് ഇവരുടെ സംശയം. മാത്രമല്ല ഉസ്താദിന്റെ കത്ത് പ്രകാരം വന്ന ഒരു കമ്മിറ്റി, ഉസ്താദിന്റെ ഒരു ശിഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇവിടെ ഈ പള്ളിയുടെ പേരിൽ പണപ്പിരിവ് നടത്തി ആ പൈസ തട്ടിയെടുത്തു എന്നുള്ളത് ഇവർ സംശയിക്കുന്നു. ഇവരുടെ സംശയം കൃത്യമായി ന്യായമാണ്. അതുപോലെ തന്നെ നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഈ മഹലിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ വഖഫ് ചെയ്ത ഒരു മനുഷ്യൻ പള്ളിയിൽ ഇമാമിന് വേണ്ടി വഖഫ് ചെയ്ത 4000 രൂപയിൽ നിന്ന് പോലും 1000 രൂപ കമ്മീഷൻ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. ഇത് മർക്കസിൽ നിന്ന് വന്ന കത്ത് പ്രകാരമാണ് ഇദ്ദേഹത്തിന് ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയത്. തട്ടിപ്പ് നടത്താൻ അതിന് ആരാണ് കൂട്ടുനിന്നത്? അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് തീർച്ചയായും പൊതുജനം അറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വല്ലാതെ നീറുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഞങ്ങളെയൊക്കെ പറ്റിച്ചോ, ഞങ്ങളെയൊക്കെ വിശ്വസിച്ച ആ സംവിധാനം ഞങ്ങളെയൊക്കെ ചതിച്ചോ എന്നുള്ള ഒരു പ്രശ്നം ഇവരുടെ മനസ്സിലുണ്ട്. ഇവരത് തുറന്നു പറയുന്നില്ലെങ്കിലും എന്തായാലും ആ ഒരു വിഷയം നമുക്ക് തൽക്കാലം അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ ഈ നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പലപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പള്ളിയുടെ പേരിലൊക്കെ പല തട്ടിപ്പുകളും നടത്തി പല പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ള ചില വിഷയങ്ങൾ ഞാൻ കേട്ടിരുന്നു. അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും വന്നിരുന്നു. എന്ത് പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത്? ഞാൻ നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രേഖകൾ ഉണ്ട് എന്റെ കയ്യിൽ. ആ രേഖകൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കൈ. എന്താണ് രേഖകൾ? ആ രേഖകൾ അദ്ദേഹത്തെ നിലവിലുള്ള അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകൾ. എത്ര കേസുണ്ട്? 9 കേസ്. ഇതിപ്പോ പുതിയതായിട്ട് എടുത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആണത്. മൊത്തം എത്ര കേസുകൾ? മൊത്തം കേസ് 7-10 കേസുകൾ ഉണ്ടാവും. 10 കേസുകൾ അദ്ദേഹത്തിന് നിലവിൽ ഇപ്പൊ ഉണ്ട്. അതിനിപ്പോ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഊരിപ്പോയത് നമുക്കറിയില്ല. ആ കേസുകളൊക്കെ ഏതൊക്കെ വകുപ്പ് അനുസരിച്ചുള്ള കേസുകൾ? അത് മുഴുവനും ക്രിമിനൽ തന്നെയാണ്. 2 കളവ് കേസ് ഉണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ള ഇതൊക്കെ കേസ് ഉണ്ട്. അടിപിടി കേസ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് വിവരാവകാശ നിയമപ്രകാരം ആ റെക്കോർഡുകൾ മുഴുവനും നമ്മൾ എവിടെ ഹാജരാക്കിയിട്ടുണ്ട്? കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ 9-10 കേസുകൾ ഉള്ളതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കേസുകളിലൊക്കെ എല്ലാ രേഖകളും നമ്മൾ കോടതിയിൽ. അതായത് അത്തരത്തിലൊരു വ്യക്തിയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ഭരണം നേരത്തെ ഒരുപാട് കാലം നടത്തിയത്. അവിടെ നിന്ന് അതായത് കേന്ദ്ര കമ്മിറ്റി ഇന്ന് പുറത്തായപ്പോ പുറത്താവുന്നതിന് മുമ്പ് തന്നെ ഇതിമ്മ കയറി കൂട്ടിയിട്ട് അവർ പരിപാടി ഒപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി ഇപ്പം അതാരാണ് ആ പള്ളിയുടെ ഇപ്പോ നടക്കുന്നത്? പിന്നെ വഖഫ് ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇപ്പോ ഭരിക്കുന്നത്. അതായത് ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ്. ഈ പ്രശ്നങ്ങൾ കാരണം അഡ്മിനിസ്ട്രേറ്റർക്ക് ഇന്ന് വരെ ഒരു റെക്കോർഡൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മളൊരു വിവരാശം കൊടുത്തപ്പോ കിട്ടിയത്. എത്ര വർഷത്തെ കണക്ക്? ഒരു 10-18 കൊല്ലത്തെ. പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്രയും 3000-ഓളം അംഗങ്ങളുള്ള വലിയ മഹലിന്റെ കണക്ക് 20 വർഷമായിട്ടും ആർക്കും കിട്ടിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഞങ്ങൾക്കോ കിട്ടിയ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരോപണങ്ങൾ ഈ പറയുന്ന കക്ഷിക്കെതിരെ പള്ളിയുമായി ബന്ധപ്പെട്ട് മറ്റു ആരോപണങ്ങൾ നമുക്ക് വേറെ പരിശോധിക്കാം. ഇപ്പൊ ഈ പറയുന്ന കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആ പള്ളികളുമായിട്ട് മഹല്ല് കമ്മിറ്റിയുടെ മഹല്ല് കമ്മിറ്റി തന്നെ പല പിരിവും കാര്യങ്ങളൊക്കെ നടന്നതൊന്നും കിട്ടിയിട്ടില്ല. തെളിവില്ല, രേഖയില്ല, ഓഡിറ്റില്ല. ഓഡിറ്റൊക്കെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരൊക്കെ ആരൊക്കെണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യുന്നവരാണ്. ക്ലിയർ ഉള്ളതൊന്നുമില്ല. ഞങ്ങളിപ്പോ ചെറുതാണെന്നുണ്ടെങ്കിലും അത് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളുണ്ട്. ഞങ്ങൾ മരം മുറിച്ചൊരു കേസ് ഉണ്ട്. 2 വഖഫ് ബോർഡ് ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. അതിൽ കേസുണ്ട്. ഇപ്പോ അതിൽ കേസുണ്ട്. അത് വഖഫ് ബോർഡ് കൊടുത്തുള്ള കേസാണ്. അഡ്മിനിസ്ട്രേഷൻ കൊടുത്തുള്ള കേസാണ്. അതായത് അവിടെ നിന്ന് ഏറെക്കുറെ പുറത്തായി കണ്ടപ്പോഴാണ് അതിന്റെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിക്കക്കളില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾ ഒന്ന് ഇതാവുകയും ചെയ്ത് കോടതി ഒരു വിധിയും വന്ന് വഖഫ് ബോർഡ് അവര് 2 പാർട്ടി മത്സരിച്ച് കേസ് നടത്തിയെങ്കിലും പിന്നെ കോടതി വിധിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പുതിയൊരു കമ്മിറ്റി നിലവിൽ വരുത്താൻ വിധിയായി. അത് വഖഫ് ബോർഡിന്റെ നിരീക്ഷണത്തിൽ ആവണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കേസ് 3 കൊല്ലം ഈ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടുപോയി. അത് നീട്ടിക്കൊണ്ടുപോയപ്പോൾ ഇവിടെയുള്ള ഞാൻ ഉൾപ്പെടെ പെടുന്ന ഒരു 3-4 കക്ഷികൾ കൂടി ചേർത്തിട്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. ഈ വഖഫ് ബോർഡിന് പിന്നെ കേരള ഹൈക്കോടതി വിധി നടപ്പാക്കി തരണം എന്ന് പറഞ്ഞിട്ട്.
അപ്പോഴാണ് കോടതി അറിയണത് ഇത് ഇതുവരെ നടന്നിട്ടില്ല എന്ന്. അപ്പോൾ ആ ഇത് വിധിച്ചു വഖഫ് ബോർഡിന് പൂർണ്ണാധികാരം നൽകി കൊടുത്ത് രണ്ടാമതൊരു വിധി ഉണ്ടായി. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഉള്ളത് ആ പള്ളിയുടെ ഭരണം. ഇപ്പം ഈ നാട്ടിലെ ഈ 9 പള്ളിയും 5 മദ്രസയും. ഇപ്പം ഇതിലിപ്പം ഒരുപാട് കേസുകൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ആള് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ രേഖകൾ പ്രകാരം കുഞ്ഞു മുഹമ്മദ് നടത്തി, കുഞ്ഞു മുഹമ്മദ് സൺ ഓഫ് മൊയ്തീൻ ഹാജി പടിഞ്ഞാറെ പുരക്കിലാണ് കറക്റ്റ് വീട്ടുപേര്. തിരുവത്ര എന്നയാളുടെ പേരില് പോലീസ് സ്റ്റേഷൻ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ക്രൈം 401/2021 അണ്ടർ സെക്ഷൻ 379. അതുപോലെ ഒരു 368 കാണുന്നുണ്ട്, വീണ്ടും ഒരു 379 കാണുന്നുണ്ട്. അതായത് മോഷണം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയതായിട്ട് കാണുന്നു. ഇത് ഒരുപക്ഷെ പള്ളിയിലെ മരം മുറിച്ച വിഷയമായിരിക്കാം, വഖഫ് ബോർഡ് കൊടുത്ത പരാതിയായിരിക്കാം. ഇത്രയധികം കേസുകൾ ഉണ്ടായിരുന്ന ഈ പല കേസുകളും 2024, 2023 കാലയളവിലാണ് കേസുകൾ കൂടുതലും കാണുന്നത്. മറ്റു കേസുകളുടെ ടൈം ഒക്കെ 2024, 2023 സമയങ്ങളിലാണ് കേസുകൾ കാണുന്നത്. ഇത് 23 മുതൽക്കുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് മുന്നുള്ള കേസുകൾ, മുന്നുള്ള കേസിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് അതിന്റെ കോപ്പികളുടെ കയ്യിലുണ്ട്. മറ്റേതൊക്കെ നമ്മൾ കോടതിയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള നാട്ടിൽ ഇങ്ങനെ ഇത്തരം കേസുകളിൽ, കളവ് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പെട്ട ഒരാള് എങ്ങനെയാണ് ഒരു പള്ളിയുടെ ഭരണത്തിലേക്ക് കയറി വരുന്നത്? ഞാൻ പറഞ്ഞത് ഈ പള്ളിയുടെ അല്ല, ഈ പള്ളി ഇപ്പോ മർക്കസ് നിന്ന് വന്ന കത്ത് പ്രകാരമാണ് ആൾ ജനറൽ സെക്രട്ടറി ആയത് എങ്കിൽ ഇവിടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു ഭരണം എന്ന രീതിയിൽ, ആ മഹലിന്റെ ഭരണാധികാരി എന്ന രീതിയിൽ കയറി വന്നത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു അല്ലേ? അങ്ങനെ ഒരു ഊഹാപോഹം, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് എല്ലാ പ്രവൃത്തിയിലും ഇവൻ ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ തന്നെ എല്ലാത്തിനെയും പൊടിമറ ഉണ്ടാക്കുന്ന ഉസ്താദുമാരുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകളാണ്. അതിപ്പോ AP ഉസ്താദുമായിട്ടുള്ള ഫോട്ടോകൾ ധാരാളം ഉണ്ട്. സാധാരണ തട്ടിപ്പുകാർ നടത്തുന്ന രീതി അവരെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. തങ്ങന്മാരായിട്ടുള്ള ഫോട്ടോ ഉണ്ട്, ഉയർന്ന പണ്ഡിതന്മാരായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. അങ്ങനെ നമ്മളെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഉന്നതരായ പണ്ഡിതന്മാരൊക്കെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ജനങ്ങളിൽ അവൻ തന്നെ അവർ ഇട്ട ഫോട്ടോകളാണ് ഇപ്പോൾ ഞങ്ങൾ അതിലൊക്കെ ഉള്ളത്. ആ ഫോട്ടോകൾ ഇങ്ങനെ വിതരണം ചെയ്തിട്ട് എല്ലാവരുടെ കയ്യിലും അത് എത്തിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വഴി ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ പലയിടത്തും പല കേസും കാര്യങ്ങളൊക്കെ അത് നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതുമായിട്ട് നമ്മൾ ബാധിക്കുന്ന വിഷയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളത് എന്ത് ചെയ്യണില്ല, നമ്മളത് ചർച്ച ചെയ്യണില്ല. എന്തായാലും കുറച്ചൊക്കെ നഷ്ടങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായെങ്കിലും, ഒരു ചീത്തപ്പേരിലേക്കൊക്കെ പോയെങ്കിലും ഇപ്പൊ സുരക്ഷിതമായിട്ട് അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ ഉസ്താദ് ഇജാസ് ചെയ്ത് തന്നിട്ടുള്ളതാണ് മഹല്ലത്തുൽ ബദരിയ എന്ന് പറഞ്ഞ അത്. ആ മഹല്ലത്തുൽ ബദരിയ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ നടത്തിയപ്പോൾ അന്ന് 50 പെണ്ണുങ്ങളെ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ 50 പെണ്ണുങ്ങൾക്ക് നമ്മൾ 50 കസാലിൽ ഒരു ചെറിയ പന്തലൂടെ ഇട്ട് നോക്കുമ്പോൾ വന്നു നോക്കിയപ്പോൾ കണ്ടമാനം പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് അവരത് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ്, ശരി ഇവർക്കൊരു സ്ഥിരം പന്തൽ ഒരു 100 കസാലയും വേണമല്ലോ. അപ്പോൾ ഈ സ്ഥിരം പന്തലും 100 കസാലയും നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു മാസം ഏകദേശം ഒരു 7-8 റുപ്യ നമുക്ക് ലാഭമുണ്ട്. അല്ലെങ്കിൽ ഈ 100 കസാല ഇറക്കണം, ഈ പന്തൽ വലുതാക്കുമ്പോൾ 3000 റുപ്യാണ് കഴിഞ്ഞ പ്രാവശ്യമായത്. അത് 100 ആൾക്ക് ഉള്ള സൗകര്യം ആകുമ്പോൾ അത് 6000 ആവും. 100 കസാലക്ക് 50 കസാലക്ക് 1000 കൊടുത്ത് 100 കസാലക്ക് 2000, അപ്പോൾ 6 2 8. അങ്ങനെ വലിയൊരു സംഖ്യ എല്ലാ മാസവും നമ്മൾ ചെലവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വഖഫുകളായ ആളുകളെ ഭാര്യമാരോട് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടു, പെണ്ണുങ്ങളെ സൗകര്യം തന്നെ നിങ്ങളത് തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അവർ അൽഹംദുലില്ലാഹ് അത് പരിപൂർണമായിട്ട് അവരേറ്റെടുത്ത് ഈ വഖഫുകളിൽപ്പെട്ട ആളുകളുടെ ഭാര്യമാരും അവരുടെ മക്കളും തന്നെ വലിയ ഒരു സംഖ്യ ഇതിൻ്റെ ചെലവിൽ അവർ തന്നിട്ടുള്ളതാണ്. ഈ വഖഫിയിൽപ്പെട്ട ഒരാളെ മരുമകളാണ് 90 കസാല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വഖഫിയുടെ ഒരു മകളാണ് 25000 രൂപ കൊടുത്തിട്ടുണ്ട്, ഒരു മകൾ 10000 കൊടുത്തിട്ടുണ്ട്, 2 മരുമക്കൾ 5000 രൂപ വീതം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ വഖഫുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആളുകളാണ്. പിന്നെ അവരോട് ഏറ്റവും അടുത്ത് നിന്നൊക്കെ അവരുടെ സുഹൃത്തുക്കൾ അവരുമാണ് ഇപ്പോൾ ഇതിനൊക്കെ പൈസ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, ഖത്തറിലാണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹം കൊടുത്ത് 10000. എന്നാലും ഇപ്പോൾ പള്ളിയുടെ അൽഹംദുലില്ലാഹ് ഞങ്ങളത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഇവർ ഉന്നയിച്ച പരാതി, ഇപ്പോൾ വഖഫ് ബോർഡിൽ, വഖഫ് ട്രിബ്യൂണലിൽ നിലനിൽക്കുന്ന കേസ്, അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് പള്ളി ഭരണവുമായി ബന്ധപ്പെട്ട് ആ ഭരണത്തിലേക്ക്, അധികാരത്തിലേക്ക് കയറി വരാൻ പറ്റിയത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളി കയറ്റി കൊടുത്തത് ഒരു അറബിയാണ്, അറബിയുടെ പേര് ആ ബോർഡിലുണ്ട്. അങ്ങനെ ഒരു അറബി സ്പോൺസർ ചെയ്ത പള്ളിയുടെ പേരിൽ എത്ര രൂപ പിരിവ് നടത്തിയിട്ടുണ്ട്,
അതുപോലെ തന്നെ വഖഫ് ചെയ്ത സ്വത്ത് കൃത്യമായി ഇങ്ങോട്ട് എത്താതെ എത്ര രൂപ ഇദ്ദേഹം തട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ ഈ മഹലിന്റെ കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര മഹല് പള്ളി എന്ന് ഞാൻ പറഞ്ഞു, ജുമാഅത്ത് പള്ളി, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ പള്ളിയുടെ അധികാരത്തിലിരുന്ന സമയത്ത് എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. വഖഫ് ബോർഡ് ഇപ്പോൾ ആ പള്ളി നേരിട്ട് ഭരിക്കുകയാണ്. ആ ഭരിക്കുന്ന സമയത്ത് ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നും മരം മുറിച്ച് കടത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ ഉണ്ട് എന്നുള്ളത് 2023-24 കേസിന്റെ ചെറിയ വിവരമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. പക്ഷെ ഒരുപാട് കേസുകൾ നേരത്തെയും ഉണ്ട്, പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. എങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ഇവരുടെ കൈകളിൽ എങ്ങനെ ഇതൊക്കെ എത്തിപ്പെടുന്നു? തീർച്ചയായും അത് അന്വേഷിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരെ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ആളുകളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ? അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനല്ല, ഇവർ തന്നെ പറഞ്ഞു. അതായത് ഇവിടെ എ പി ഉസ്താദ് അറിയാതെ മർക്കസിൽ പല ഇടപെടലുകളും നടക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിഞ്ഞേ മതിയാകൂ, അത് പുറംലോകം അറിയണം, ചർച്ച ചെയ്യണം. ഇത്തരക്കാരെ പടിക്ക് പുറത്തു നിർത്താൻ ഏവരും തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാത്ത പക്ഷം ഇവിടെ ഈ സമുദായത്തിനോ സമുദായ നേതാക്കൾക്കോ മറ്റുള്ള ആളുകൾ വഖഫ് സ്വത്ത് കയ്യേറി അല്ലെങ്കിൽ വഖഫിനെ കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് പറയാനുള്ള ഒരുവിധ അവകാശവുമില്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അതിനുശേഷം നമുക്ക് ബാക്കി വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം, ബാക്കിയുള്ള ആളുകളെക്കുറിച്ച് വിമർശിക്കാം, ബാക്കിയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാം എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.